ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഫ്താറിന് സ്പെഷ്യലായിട്ടുള്ളൊരു ട്യൂന പാറ്റിയാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിലൊക്കെ ആവശ്യമായിട്ടുള്ളൊരു ബൗളും എടുത്ത് വെക്കാം. അതിലേക്ക് ഒരു അരിപ്പ അതിൻ്റെ മുകളിലെടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ട്യൂണ പൊട്ടിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ട്യൂണയിലെ വെള്ളമെല്ലാം അതിന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പ വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ഒരു 3 ട്യൂണയുടെ ബോക്സ് എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ശേഷം ട്യൂണയിലെ വെള്ളമെല്ലാം നമുക്ക് നല്ലോണം ഒപ്പിയെടുക്കാം. അങ്ങനെ വെള്ളമെല്ലാം വേർതിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു അതിൽ. നമുക്കിതിലോട്ട് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ബൗളിലോട്ട് ആവശ്യത്തിനുള്ള പൊടിയായിട്ട് എരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നല്ലോണം പൊടിയായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് പൊട്ടറ്റോയും കൂടി നമ്മൾ പൊടിയായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് നല്ലോണം പൊടിച്ചിട്ട് കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്നായി ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും എല്ലാം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടറ്റോയും സവാളയും ക്യാപ്സിക്കും ഒക്കെ ഇതിലോട്ട് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഇതിലോട്ട് കുറച്ച് 2 മുട്ട പൊട്ടിച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം കുറച്ച് മയോണൈസും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നല്ല രീതിയിൽ ആക്കിയെടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ആക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അധികം ഓയിലോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇഫ്താറിന് സ്പെഷ്യലായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ട്യൂണയുടെ റെസിപ്പി നമുക്ക് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഉണ്ടാക്കിയതിൽ കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ട്. നമ്മൾ ട്യൂണ മാറ്റി വെക്കുമ്പോൾ നമ്മൾ നല്ലോണം അതിലത്തെ വെള്ളം ഒഴിവാക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഇനി നമുക്കിത് ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കാം. അതിലോട്ട് കുറച്ച് ബട്ടർ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം.
ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്യൂണ പാറ്റി നമുക്ക് മുട്ടയിലൊക്കെ മുക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഓരോന്നും നമുക്കിതിൽ പാനിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം വെക്കുമ്പോൾ തന്നെ ഇത് നല്ലോണം ആയിട്ടുണ്ടാവും. ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് മറിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ട്യൂന പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഹെൽത്തിയുമാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.